يا سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، عن أبي موسى الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم المرء مع من أحب. متفق عليه. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. സഹാബി പ്രശസ്തനായ സഹാബിയാണ്, നേത്രപാഠവുമുള്ള സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തും, അലി റളിയല്ലാഹുവിന്റെ കാലത്തും അദ്ദേഹം ഗവർണറായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ഒരു ഭരണം ഏൽപ്പിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു സിഫീൻ യുദ്ധത്തിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിലും തർക്കപരിഹാരം ഉണ്ടാക്കാൻ ഏൽപ്പിച്ചത് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവാണ്. അതുപോലെ തന്നെ ഖാരിഉൽ ഖുർആനാണ്, സഹാബാക്കളിൽ ഖുർആൻ പഠിപ്പിക്കുന്ന സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാവരും ഖുർആൻ ഓതുന്നതിൽ അറിയപ്പെട്ട ആൾക്കാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, രാത്രി അതായത് സുബ്ഹിക്ക് അശ്അരികളുടെ വീട് എനിക്ക് അറിയാൻ കഴിയും. അവിടെ ഓത്ത് കേട്ടിട്ട് നിസ്കാരത്തിൽ, തഹജ്ജുദ് നിസ്കാരത്തിൽ ഉച്ചത്തിൽ ഓതും. അപ്പോൾ അവിടെ നല്ല ഓത്ത് കേട്ടിട്ട് എനിക്കത് അവരുടെ വീടുകൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഹിജ്റ 62 വഫാത്തായത്. ഹിജ്റ 62. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു വ്യക്തി അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂട്ടത്തിലായിരിക്കും ആഖിറത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമ്പോൾ ഓരോരുത്തരും ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂട്ടത്തിലായിരിക്കും ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. നമ്മളെന്നാൻ്റെ റസൂലിനെയും സഹാബാക്കളെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആഖിറത്തിൽ സഹാബാക്കളുടെ കൂട്ടത്തിലായിരിക്കും നാം ഒരുമിച്ച് കൂട്ടപ്പെടുക. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ധാരാളം ഹദീസുകളുടെ ഇൽമിനെ സ്നേഹിക്കാനും ഇൽമിൻ്റെ ആൾക്കാരെ സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിച്ചത്. അഹ്ലുസുന്നത്ത് ഇമാമുകൾ എല്ലാവരും ഇൽമിനെ സ്നേഹിക്കണം, ഇൽമിൻ്റെ ആൾക്കാരെ സ്നേഹിക്കണം, സഹാബാക്കളെ സ്നേഹിക്കണം. അതൊക്കെ നമ്മുടെ ഇസ്ലാഹിൻ്റെ ഭാഗമാണ്. ഇവരൊക്കെ സ്നേഹിച്ച് അവരുടെ പിറകെ പോയാൽ ആഖിറത്തിലും അവരുടെ കൂട്ടത്തിൽ നാം ഉണ്ടാകും. അതല്ലാതെ വേറെ ആരൊക്കെയോ സ്നേഹിച്ച് ഷർട്ടിൻ്റെ മുകളിൽ പേര്, മോൻ്റെ പേര്, കിതാബിന് മോൻ്റെ പേര്, ബുക്കിന് മോൻ്റെ പേര്, അങ്ങനെ എഴുതിയാൽ നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യും? ഖിയാമത്താണ് മഹ്ശറിൽ മെസ്സിനെ പേരും റൊണാൾഡോ പേരും നിൽക്കാൻ പോകുന്നത്. ഇങ്ങനെ ഷാറോ മനസ്സിലായോ? ഇപ്പം സ്നേഹിക്കുന്നത് സഹാബാക്കളായിരിക്കണം. ചില ആൾക്കാർ ഖുർആൻ വെക്കുന്ന ഡെസ്കിൻ്റെ മുകളിൽ ഒരു പേര് ചെയ്തിട്ടുണ്ട്, മെസ്സി. അഊദുബില്ലാ, അല്ലാഹ്. അവർക്ക് അത്രക്കും സ്നേഹമാണ് ആ ശൈത്താനോട്. ആ ശൈത്താനെ പേർ പോയി നിൽക്കേണ്ടിരുന്ന ആഖിറത്തിൽ. സ്നേഹം സഹാബാക്കളോടാകണം, റസൂലിനോടാകണം, സാലിഹീങ്ങളോടാകണം, നമ്മുടെ ഇമാമിങ്ങളോടാകണം, അഹ്ലുസുന്നത്ത് ഇമാമിങ്ങളോടാകണം സ്നേഹം. ചില ആൾക്കാർ കുപ്പായത്തിലാണ് നമ്പർ കഴിഞ്ഞ് നടക്കുന്നത്. അഭിനന്ദൻ്റെ ആഖിറത്തിൽ ഓൻ്റെ കൂടെ എഴുന്നേൽക്കേണ്ടി വരും. കബർ തന്നെ വെച്ചിട്ട് മെസ്സിൻ്റെ ബേക്കിലേ നടക്കേണ്ടി വരും വേറെ ആൾക്ക്, അല്ലെങ്കിൽ റൊണാൾഡോൻ്റെ ബേക്കിലേ നടക്കേണ്ടി വരും. ഇമാമിങ്ങളെ സ്നേഹിക്കുക, ഇൽമിൻ്റെ ആൾക്കാരെ സ്നേഹിക്കുക, ആലിമീങ്ങളെ സ്നേഹിക്കുക, സാലിഹീങ്ങളെ സ്നേഹിക്കുക, സഹാബാക്കളെ സ്നേഹിക്കുക. അവരാണ് നമ്മുടെ മാതൃക. അവരാണ് നമുക്ക് ദീനിൽ നമ്മുടെ മുൻപിൽ നിൽക്കേണ്ടവർ. എപ്പോഴും അവരെ മനസ്സിൽ കൊണ്ട് നടക്കുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പ്രകാരം അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു വ്യക്തി ആരെയാണോ സ്നേഹിക്കുന്നത്, ആരെയാണോ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് അവരുടെ കൂടെ ആയിരിക്കും നാളെ ആഖിറത്തിൽ. ഈ കാര്യം ഗൗരവത്തിലെടുക്കുക. എപ്പോഴും നമ്മുടെ സ്നേഹം, നമ്മുടെ ഇഷ്ടവും നമ്മുടെ പൂർവികന്മാരായ സാലിഹീങ്ങളോടും സഹാബാക്കളോടായിരിക്കണം. അവരുടെ കൂടെ ആയിരിക്കണം, എപ്പോഴും അവരുടെ സംസാരമായിരിക്കണം. ആ ഒരു
രീതിയായിരിക്കും നമ്മുടെ. അപ്പോൾ സാധാരണ ആൾക്കാർ പോലെയല്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാനും നല്ലത് ഉൾക്കൊള്ളാനും എല്ലാവർക്കും തന്നെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله. سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه